നമസ്കാരം കുട്ടികൾക്കും സുഹൃ സാറാണ്. നമ്മളിന്ന് +2 പബ്ലിക് എക്സാമിന് വേണ്ടി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല കുട്ടികളും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ടില്ല, ഉറപ്പായിട്ട് പറയാം. അതിന്റെ കാരണം ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. പ്രത്യേകിച്ച് ഇന്റഗ്രേഷൻ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ നമ്മുടെ സ്കൂളിലാണെങ്കിലും ഇതിനെ പഠിപ്പിച്ച ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല. ലാസ്റ്റ് നമ്മുടെ പ്രാക്ടിക്കലുമായിട്ടൊക്കെ ബേസ് ചെയ്തുണ്ടാവുന്ന ആ റഷ് ഉണ്ടല്ലോ, ആ ടൈമിൽ പഠിപ്പിക്കുന്നുണ്ട്. പകുതിയിൽ മേളിൽ ആൾക്കാർ ഇത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ചാപ്റ്ററിന് അതൊന്നും വരുമ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇനി ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇന്റഗ്രേഷനേക്കാളും കൂടുതൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്കുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെക്കുക. ഓക്കെ, സോൾവ് xy ഇൻറ്റു dy/dx ഈക്വൽ ടു x+2 ഇൻറ്റു y+2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഇത് ആദ്യമേ നമുക്ക് ഏത് ടൈപ്പ് ആണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടുണ്ട് അല്ലേ. നമ്മൾ പഠിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഏതൊക്കെയാന്ന് മക്കളെന്ന് പറഞ്ഞ് എളുപ്പം. ഏതൊക്കെയാണ് പേരുകൾ? ഒന്നാമത്തെ എന്തായിരുന്നു? സോൾവ് ചെയ്യുന്നതിനുള്ള 3 പേരുകളിൽ ഒന്നാമത്തേത് വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, രണ്ടാമത്തേത് ലീനിയർ, മൂന്നാമത്തെ എന്താ ഹോമോജീനിയസ്. ഓക്കെ, ഈ 3 പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഇതിൽ ആരാണെന്നൊക്കെ തിരിച്ചറിയാനൊക്കെയുള്ള വഴികളുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഒരു പ്രാക്ടീസ് ആവുന്നതിന് മുൻപായിട്ട് കണ്ടുപിടിക്കാനൊക്കെ പാടാണ്. ഓക്കെ, പിന്നെ ഇടയ്ക്ക് നമ്മുടെ എൻട്രൻസ് ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സിനെയും ഫിസിക്സിനെയും കെമിസ്ട്രിയും എല്ലാ സബ്ജക്റ്റും, പ്രത്യേകിച്ച് മാത്സ് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ക്ലാസ് ആണ്. നമുക്ക് ക്ലാസ്സസ് തരും. അതിനോടൊപ്പം തന്നെ മാത്സിന് നമ്മൾ സെപ്പറേറ്റ് നോട്ട്സുകൾ ഉണ്ടാവും. ഓക്കെ, നോട്ട്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ സോൾവ് ചെയ്ത നോട്ട്സ് കിട്ടും. പിന്നെ നമുക്ക് ഇക്വേഷൻ ബുക്ക്ലെറ്റ് കിട്ടും, എല്ലാം കിട്ടും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസുകളും ലേറ്റസ്റ്റ് ക്വസ്റ്റൻസുകളും ഷോർട്ട് കട്ട്സും ഷോർട്ട് ട്രിക്സ് എല്ലാം ഉൾപ്പെടെയുള്ള ക്ലാസ് ആണ്. 3 ആണെങ്കിൽ നമുക്ക് ഇത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രമേ ഉള്ളൂ. ഇനി മാത്സ് മാത്രമാണെങ്കിൽ ഇത്രമേ ഉള്ളൂ. ഓക്കെ, മാത്സ് മാത്രമാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ഇതിപ്പോ നോക്കിക്കേ, ഇത് നമ്മുടെ ഫസ്റ്റ് ടൈപ്പായ വേരിയബിൾ സെപ്പറബിൾ ആണ്. ഇത് ഹോമോജീനിയസ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഹോമോജീനിയസ് ആകണമെങ്കിൽ ഡിഗ്രീസുകളെല്ലാം സെയിം ആകണം. പിന്നെ ഇത് ലീനിയർ അല്ല. പിന്നെ ഇത് ഒറ്റ ഒരാളെ ആകാൻ പറ്റത്തുള്ളൂ. ആരാ? വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇക്വേഷൻ കിടക്കുന്നത്. m(dx + n(dy) ഈസ് ഈക്വൽ ടു 0. ഈ ഫോർമാറ്റ് കിടക്കണം. എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ്, ഒരു ടേമിൽ dx മറ്റേ ടേമിൽ dy. അങ്ങനെ ആക്കണം. അപ്പൊ ഈ dx എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റും. ഒരിക്കലും ഈ dx dy താഴെ എടുക്കാൻ പാടില്ല. എല്ലാം മണ്ടയ്ക്കാം. അപ്പൊ ഈ dx അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ dx എത്തി എന്നർത്ഥം. ഓക്കെ, ഇവിടെ dx എത്തുമ്പോൾ ഇവിടുത്തെ ഈ y+2 അവിടെ കിടക്കാൻ പാടില്ല. y+2 താഴോട്ട് വരണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതും ഇങ്ങോട്ട് വരേണ്ടതും ഒക്കെ കുറച്ച് ആയി. ഇനി ഇവിടുന്ന് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ x ഇവിടെ കിടക്കാൻ പാടില്ല. കാരണം ഇവിടെ ആരാ കിടപ്പുണ്ട്? dy. അപ്പൊ y കുഴപ്പമില്ല, y dy. പക്ഷെ x dy പറ്റത്തില്ല. അപ്പൊ x താഴോട്ട് വരണം. ഓക്കെ, ഇത്രയും ഓപ്പറേഷൻ ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ വരേണ്ടത്. ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു കഴിവ് നേടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഞാൻ എഴുതുവാണേ. y എഴുതി, dy എഴുതി അല്ലേ. ഇത് രണ്ടും ഇവൻ അങ്ങോട്ട് പോകണ്ടാണ്ട് ഇത് എഴുതേണ്ടത് അപ്പുറത്ത് എഴുതാം. dx അങ്ങോട്ട് പോകും. അപ്പുറത്ത് നോക്കിയവനെ y+2 താഴോട്ട് വന്നിങ്ങനെ കണ്ടോ, y+2 ആണോ. ഇപ്പൊ നോക്കിയവനെ ഡിവൈയുടെ ഫാമിലി എല്ലാം ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്, എല്ലാ മെമ്പേഴ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് dx അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പുറത്ത് ആരുണ്ട് മോനെ? x+2 ഉണ്ട് മോനെ. ഉണ്ടല്ലോ. dx അങ്ങോട്ട് കിടക്കട്ടാ. ഈ x അങ്ങോട്ട് താഴോട്ട് വന്ന് ഇവിടോട്ട് വരുവടാ. കണ്ടോ, ഇങ്ങനെയാ നമുക്ക് കിട്ടിയത്. ഇപ്പൊ നോക്കിയപ്പോ dxന്റെ ഫാമിലി ഇപ്പുറത്ത്, ഡിവൈയുടെ ഫാമിലി ഇപ്പുറത്ത്, രണ്ടുപേരും രണ്ടായിട്ടായി. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ്. അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ സൈൻ കൊടുത്ത് അങ്ങോട്ട് എഴുതുക. നെക്സ്റ്റ് അപ്പൊ നിങ്ങൾ അടുത്ത് എഴുതേണ്ട ഇന്റഗ്രേറ്റിംഗ് എന്ന് എഴുതിക്കൊണ്ട് അടുത്ത ലൈൻ എഴുതണേ. അല്ലാതെ ഒറ്റ അടിക്ക് രണ്ടുകൂടെ കൊടുക്കല്ല. ഇവിടെ വെച്ച് എഴുതി ഇന്റഗ്രേറ്റിംഗ് എന്ന് എഴുതി കൊടുക്കണം. ഞാനിപ്പോ ഇത് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ആര് ഇന്റഗ്രേറ്റ് ചെയ്യും? അതാ പ്രോബ്ലം. ആര് ഇന്റഗ്രേറ്റ് ചെയ്യും? അതാണല്ലോ ഇവിടെ അറിയാൻ വയ്യാത്തൊരു ഭയങ്കര പ്രോബ്ലം. ഇവനെയൊക്കെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? പലർക്കും അറിയാൻ വയ്യ. പക്ഷെ പഠിക്കാനുള്ള തയ്യാറൊന്നും അല്ല. പിന്നെ ലാസ്റ്റ് നിവൃത്തിയോടുകൊണ്ട് ഇപ്പൊ എക്സാമിന് പഠിക്കുക. ഒരു ആഗ്രഹം വന്ന് പഠിക്കുന്നവരുടെ എണ്ണം ഇപ്പൊ നന്നേ കുറവ് തന്നെയാണ്. പക്ഷെ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ തന്നെ അറിയും. അതുകൊണ്ട് ആഗ്രഹത്തോടുകൂടി പഠിച്ചോ. ഓക്കെ, അപ്പൊ y/y+2 ഇതിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ലീനിയറാ. ഫസ്റ്റ് ഡിഗ്രി അല്ലേ, ഇത് ഫസ്റ്റ് ഡിഗ്രി. പക്ഷെ രണ്ടും തിരിച്ചും മറിച്ച് വെക്കണ്ടോ. ഇവിടെ +2ന്റെ ടൈം താഴെയാണ്, ഇവിടെ +2ന്റെ ടൈം മണ്ടയ്ക്ക് അല്ലേ.
ഇത് ഇച്ചിരി ഈസിയാ, ഇതാകുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ y+2 അല്ലേ മോനെ, ഇപ്പൊ ന്യൂമറേറ്റർ yയെയും y+2 ആക്കണം, -2 ആക്കണം. ഓക്കെ ഉണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന 2 പോലെ മണ്ടക്കോട്ടും കൊടുക്കണം, അത് ബാലൻസ് ചെയ്യാൻ -2. ഇവിടെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം തന്നെ x+2 ഹോൾ ബൈ എക്സ്, x/x ഓക്കെ പ്ലസ് 2/x ഇങ്ങനെ രണ്ടാക്കി മാറ്റാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ നോക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കണേ, ഇവിടെ നമുക്ക് y+2 -2 ബൈ y+2 നമ്മളായിട്ട് കൊടുത്താണ് +2 ബാലൻസ് ചെയ്യാൻ -2, എന്നിട്ട് ഇതേണ്ടേ ഇതേ ബൈ ഇത്, ഇതേ ബൈ ഇത് രണ്ടാക്കണേ. ദാറ്റ് ഈസ് y+2 ബൈ y+2 ഇന്റഗ്രലിനാണേ -2 ബൈ y+2 ഇതാണ് ആദ്യത്തേത് ഈക്വൽ ടു ഇവിടെ x ക്യാൻസൽ ആയി, ബാക്കി ഇന്റഗ്രലിൽ ആരായി 1 ആയി, പ്ലസ് 2/x അവിടെ dx ആണ് കേട്ടോ. ഓക്കെ ഇവിടെ നോക്കിക്കേ y+2 ബൈ y+2 ആരായിട്ട് മാറും 1 ആവും. ഇപ്പൊ ആക്ച്വലി ഫസ്റ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1 - 2 ബൈ y+2 dy ഈക്വൽ ടു 1 + 2/x dx. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു 1ന്റെ ഇന്റഗ്രൽ 1ന്റെ x എന്നാണ് പറയുന്നത്, ശരിയാണ്. ഇവിടെ ഓക്കെ 1ന്റെ x കാരണം dx ആ, ഇവിടെ dy ആയതുകൊണ്ട് ഈ 1ന്റെ ഇന്റഗ്രൽ ആരാ മോനെ y ആണ്. ഓക്കെ നെക്സ്റ്റ് -2 ബൈ y+2 2/y+2 എന്ന് പറഞ്ഞാൽ 1/y+2 1/y ആരാ മോനെ ഇന്റഗ്രലിലെ log y ആണ് കേട്ടോ. അപ്പൊ 1/y+2 ആരാണ് log y+2. അപ്പൊ 2/y+2 ആരാ മോനെ 2 log y+2 അത്രേ ഉള്ളൂ കേട്ടോ. 2 log y+2 അത് ഓക്കെ ആയി ഈക്വൽ ടു ഇവിടുത്തെ 1ന്റെ എത്ര മോനെ x. നെക്സ്റ്റ് അവിടെ 2/x 1/x 1/y log y 1/x log x 2/x 2 log x അത്രേ ഉള്ളൂ. ഓക്കെ ആൻസർ പ്ലസ് 2 log x പ്ലസ് കഴിഞ്ഞു. ഓക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം ഇതിനെയൊക്കെ ചെയ്തെടുക്കാൻ. ഓക്കെ ആണല്ലോ, ഇങ്ങനെ അടിപൊളിയായിട്ടൊക്കെ ഇവനെയൊക്കെ പഠിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റൻ കാണുമ്പോൾ നല്ല ഒരു ക്വസ്റ്റൻ ആണ്, പക്ഷെ ഇത്രയും ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മറക്കാതെ ഒന്നുകൂടെ ഒന്ന് പറയാണ്, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം. ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ചാനലിൽ, വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഏറ്റവും സിമ്പിൾ മെത്തേഡ്സ്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.